മേടമാസ പുലരിയിലേക്ക് മലയാളി മനസ്സുകളെ കണി കാണിക്കുകയാണ് നിറഞ്ഞ് പൂത്തു നിൽക്കുന്ന കൊന്നകൾ. തളിക നിറയെ കണിക്കൊന്നയില്ലാതെ വിഷുക്കണിയില്ല. എന്നാൽ കൊന്നയും വിഷുവും തമ്മിൽ ചങ്ങാത്തം കൂടാൻ എന്താണ് കാര്യം? അതിനു പിന്നിൽ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയുണ്ട്. അതിലേക്ക് മാസം ആരംഭത്തിലാണ് കൊന്നമരങ്ങൾ തളിരിട്ട് തുടങ്ങുന്നത്. ഒരു മാസത്തിന്റെ ഇടവേള കൊണ്ട് കൊന്ന നിറയെ പൂവിടാനൊരുങ്ങും. മീനവേനലിൽ ഒരില പോലും കാണാത്തവണ്ണം പൂത്തുലഞ്ഞ പീതപുഷ്പങ്ങളാണ് മേടപ്പുലരിയിൽ മലയാളിയുടെ കണിക്കാഴ്ച. എങ്ങും വസന്തകാലത്ത് പൂവിട്ടു നിൽക്കാറുള്ള ഈ വൃക്ഷം മലയാളിയുടെ കാർഷികോത്സവത്തിന്റെ അവിഭാജ്യ ഘടകമായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബാലിയെ മരത്തിന്റെ മറ പറ്റി നിന്ന് അമ്പെയ്തു കൊന്നു. ധർമ്മധർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട ആ യുദ്ധമുറയുടെ പേരിൽ മര്യാദ പുരുഷോത്തമനോടൊപ്പം അയാൾ ഒളിച്ചുനിന്ന മരത്തിനും ദുഷ്കീർത്തി വന്നു ചേർന്നു. അതിന് കൊന്നമരമെന്ന ദുഷ്പേര് വന്നു. ഇതിൽ മനം നൊന്ത് വൃക്ഷം മോക്ഷത്തെ തേടി. കലിയുഗത്തിൽ നിന്റെ നോവടങ്ങുമെന്ന് ഭഗവാൻ അരുൾ ചെയ്തു. അങ്ങനെ കലിയുഗത്തിൽ ഭക്തന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ കൊന്നമരത്തിന് മോക്ഷം നൽകിയെന്നാണ് ഐതിഹ്യം. ശുഭപ്രതീക്ഷയുമായി എല്ലാ വിഷുക്കാലത്തും കൊന്നമരം മലയാളിക്കായി വീണ്ടും പൂവിടുന്നു. കണിക്കൊന്നയുടെ ഈ സ്വർണ്ണത്തിളക്കം ആഘോഷങ്ങളുടെ ആവേശം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി.